ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് സെഷനാണ്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ സെഷൻ ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവർ ആ ചാപ്റ്റർ കണ്ടിട്ട് വന്ന് ഇത് കാണുക. ആ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് ചാർജസിനെയും അതിന്റെ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്തു. ഈ ചാപ്റ്ററിൽ നമ്മൾ ചാർജിങ്ങും കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് എന്താണെന്നും പിന്നെ കൂളംസ് ലോയുമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ചാർജിങ് എന്നുള്ളത്? നമ്മൾ നേരത്തെ ചാർജസ് എന്താണെന്ന് പറഞ്ഞു. ചാർജിങ് എന്താണ്? സോ നിങ്ങൾക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, മൊബൈൽ ഫോൺ എടുത്ത് പ്ലഗ് എടുത്ത് കുത്തിയിട്ട് നിങ്ങൾ ചാർജ് ചെയ്യുന്നു. ഓക്കെ, എന്താണ് അതിന്റെ അർത്ഥം? ഒരു ഓബ്ജക്റ്റിലോട്ട് ചാർജ് കൊടുക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ചാർജിങ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഡിസ്ചാർജിങ് എന്ന് പറയും. ഓക്കെ, സോ ചാർജിങ് ഇസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ഓർ റിമൂവിങ് ഇലക്ട്രോൺസ് ഫ്രം എ ഒബ്ജക്ട്. ഓക്കെ, ഈ ചാർജിങ് ഡിസ്ചാർജിങ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് വിത്ത് കോൺടാക്ട്. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുന്നതാണ്. ഫോൺ എപ്പോഴും ചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വാൾ സോക്കറ്റിൽ ഒരു അഡാപ്റ്റർ കുത്തുന്നു. എന്നിട്ട് നിങ്ങളുടെ വയർ ഫോണിൽ കുത്തിയാൽ മാത്രമേ ഫോൺ ചാർജ് ആവത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു കോൺടാക്ട് ഉണ്ട്. കോൺടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുന്നു, ഒരു ഒബ്ജക്റ്റിനെ തൊടുന്നു. ഓക്കെ, സോ അവിടെ തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഒബ്ജക്ട് മറ്റൊരു ഒബ്ജക്റ്റിന് തൊടുമ്പോൾ മാത്രമേ അവിടെ ചാർജിങ് നടക്കത്തുള്ളൂ. ഓക്കെ, ഈ ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ട്, ഈ ഒബ്ജക്റ്റിൽ ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്ട് മറ്റേ ഒബ്ജക്റ്റിനെ തൊടുമ്പോൾ മാത്രമേ ഈ ഒബ്ജക്റ്റിലുള്ള ചാർജ് ഈ ഒബ്ജക്റ്റിലോട്ട് പോകത്തുള്ളൂ. ദാറ്റ് ഈസ് ബൈ കോൺടാക്ട്. ഓക്കെ, ആ കോൺടാക്റ്റിൽ തന്നെ രണ്ട് രീതിയിലുണ്ട്. ആദ്യത്തെ ബൈ ടച്ച്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ഈ രണ്ട് ഒബ്ജക്ട്സ്, ഒന്ന് ചാർജ് ഉണ്ട് മറ്റൊരു ചാർജ് ഇല്ല, ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ചാർജ് ഷെയർ ചെയ്യുന്നു. ഇത് ചാർജിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ്. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷന് ബെസ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾ കൊച്ചുകുട്ടികളായിരിക്കും, നിങ്ങൾ ഇത് ചെയ്ത് കാണണം. നിങ്ങളുടെ തലയിൽ ഒരു പേപ്പർ വെച്ച് ഒരുപാട് നേരം ഉരച്ചിട്ട് അതിനൊരു ബലൂണിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പേപ്പർ ബലൂണിനെ പിടിച്ച് വലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഈ ഉരയ്ക്കുമ്പോൾ ബൈ ഫ്രിക്ഷൻ കാരണം ഈ പേപ്പറിൽ ചാർജസ് ഡെവലപ്പ് ചെയ്യും, സ്റ്റാറ്റിക് ചാർജസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ആ സ്റ്റാറ്റിക് ചാർജസിനാണ് ഈ ബലൂണിനെ പിടിച്ച് വലിക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കാരണം കുറെ ഇലക്ട്രോൺസ് അപ്പുറത്തും ഇപ്പുറത്തും മാറി അവിടെ ആ രണ്ട് ഓബ്ജക്ട്സിലും, ഇപ്പൊ എന്റെ രണ്ട് കൈയും ഞാൻ ഉരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കൈയുടെ ഇടയ്ക്ക് ഇലക്ട്രോൺ ഷെയറിംഗ് നടക്കും. ആൻഡ് ആ ഷെയറിംഗ് കാരണം ഈ രണ്ട് ഓബ്ജക്ട്സിലും ചാർജസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. നെക്സ്റ്റ് വൺ ഇസ് വിത്തൗട്ട് കോൺടാക്ട്. സോ ഇത്ര നേരം നമ്മൾ ടച്ച് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു, തൊടുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി തൊടാതെ, കോൺടാക്ട് ഇല്ലാതെ ചാർജിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇൻഡക്ഷൻ. ഓക്കെ, ഇൻഡക്ഷൻ ബേസിക്കലി സംഭവിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടാകും. ലെറ്റ്സ് സേ ആദ്യത്തെ ഒബ്ജക്ട് ഇതിൽ നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ആ ഒബ്ജക്റ്റിനെ ഞാൻ വേറൊരു ഉരുണ്ടിരിക്കുന്ന വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്, റൗണ്ട് ഒബ്ജക്ട്, ആ ഒബ്ജക്റ്റിനെ അടുത്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, സോ ഇതിൽ ചാർജ് ഉണ്ട്, ഇതിൽ ചാർജ് ഇല്ല. ചാർജ് ഇല്ല എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കാം, ഒബ്ജക്ട്സിൽ എപ്പോഴും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. സോ പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്. പക്ഷെ ഇത് മിക്സ് ആയി കിടക്കുവാണ്. ഓക്കെ, സോ കുറെ പോസിറ്റീവ് ചാർജും കുറെ നെഗറ്റീവ് ചാർജ് ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷെ മിക്സ് ആയിരിക്കുവാണ്. സോ ഈ നെഗറ്റീവ് ചാർജ് അടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും എപ്പോഴും ഓർക്കുക, ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിലുള്ള പോസിറ്റീവ് ചാർജിനെ എല്ലാം ഇത് പിടിച്ച് അടുത്തോട്ട് വരിക്കും. കാരണം ഇവിടെ നെഗറ്റീവ് ആണ്, ലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. സോ പോസിറ്റീവ് എല്ലാം ഇപ്പുറത്തെ സൈഡിൽ വരും. ഓക്കെ, നെഗറ്റീവ് എല്ലാം അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ ആൻഡ് ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, സോ പോസിറ്റീവ് എല്ലാം ഇപ്പുറത്തെ സൈഡിൽ വന്നു, നെഗറ്റീവ് എല്ലാം അപ്പുറത്തെ സൈഡിൽ പോയി. പക്ഷെ ഇത് ടെമ്പററി ആണ്. വൺസ് ഞാൻ ഈ ഓബ്ജക്റ്റിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് നെഗറ്റീവായി അറേഞ്ച് ചെയ്തത് തിരിച്ചും റാൻഡമായി ഉള്ള അറേഞ്ച്മെന്റ്സ് ആയി മാറും, മിക്സ് ആയി പോകും. ഓക്കെ, സോ ഇത് ടെമ്പററി ആണ്. സോ ഇതിനെ പെർമനന്റ് ആയി ചാർജ് ആക്കാൻ വേണ്ടി നമ്മൾ എർത്തിങ് എന്ന് പറഞ്ഞ പ്രോസസ് ചെയ്യും. സോ എന്താണ് എർത്തിങ്? എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് സിങ്ക് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇൻഫിനിറ്റ് സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിലോട്ട് എത്ര വേണമോ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഭൂമിയിലോട്ട് എത്ര ഇലക്ട്രോൺ വേണോ കൊടുക്കാൻ പറ്റും, ഭൂമിയിൽ നിന്നും എത്ര ഇലക്ട്രോൺസ് വേണോ എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ബാറ്ററി എടുക്കാം. ബാറ്ററി എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി എടുത്തിട്ട് അതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഓരോ വയർ വെച്ചിട്ട് ഭൂമിയിൽ വെറുതെ നിലത്ത് കുഴിച്ചിടുക. ഓക്കെ, കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂറിന് ശേഷം ഈ ബാറ്ററി കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആയി പോകും. എന്തുകൊണ്ടാണ്? ഈ ഭൂമിയിലോട്ട് നമ്മൾ ഈ ബാറ്ററിയുടെ അകത്തുണ്ടായിരുന്ന ഇലക്ട്രോൺസിന് മൊത്തം
ഭൂമിയിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുന്നത്. സോ എർത്തിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഇലക്ട്രോൺസ് വിത്ത് ദി എർത്ത്. ഓക്കെ, ഭൂമിയിൽ എത്ര വേണോ ഇലക്ട്രോൺസ് കൊടുക്കാൻ പറ്റും, ഭൂമിയിൽ നിന്നും എത്ര വേണോ ഇലക്ട്രോൺസ് എടുക്കാൻ പറ്റും. ആ പ്രോസസ്സിനാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ ടെമ്പററി ആയിട്ടാണ് ചാർജ് ഉണ്ടായിരുന്നത്. സോ ഇപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ് വന്നു, അപ്പുറത്തെ സൈഡിൽ നെഗറ്റീവ് വന്നു. ഇതിനെ പെർമനന്റ് ആക്കാൻ വേണ്ടി ഞാൻ ഇതിനെ എർത്ത് ചെയ്യും. എർത്തിങ്ങിന് എപ്പോഴും സിമ്പിൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഒരു വയർ എടുത്തു, ഭൂമിയിലോട്ട് കുഴിച്ചിട്ടു. ഓക്കെ, കുഴിച്ചിടുമ്പോഴത്തേക്കും ഈ നെഗറ്റീവ് ചാർജസ് എല്ലാം ഇതുവഴി ഇറങ്ങി എർത്തിലോട്ട് പോകും. ഓക്കെ, സോ അവിടെ പോസിറ്റീവ് ചാർജായി മാറി, എന്റെ സ്ഫിയർ പോസിറ്റീവ് ചാർജായി മാറി. സോ കോണ്ടാക്ട് ഇതുവരെ വന്നിട്ടില്ല. ഒരു ഒബ്ജക്ട് ഉണ്ടായിരുന്നു, ആ ഒബ്ജക്റ്റിന്റെ അടുത്ത് വേറൊരു ചാർജ് ഒബ്ജക്ട് ഞാൻ അടുത്ത് കൊണ്ടുവന്നേ ഉള്ളൂ, തൊട്ടിട്ടില്ല. ഓക്കെ, അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും പൊളാരിറ്റി കാരണം ഇത് നെഗറ്റീവ് ആയിരുന്നു, പോസിറ്റീവ് ചാർജ് ഇപ്പുറത്ത് വന്നു, നെഗറ്റീവ് ചാർജ് അപ്പുറത്ത് വന്നു. അപ്പുറത്തെ സൈഡ് നമ്മൾ എർത്തിങ് ചെയ്തു. അങ്ങനെ ഇത് പെർമനന്റ് ആയി ചാർജ് ഡെവലപ്പ് ചെയ്തു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ ദർ ആർ ടു വേസ് ഓഫ് ചാർജിങ്. ഫസ്റ്റ് വൺ ഇസ് ബൈ കോൺടാക്ട്, ക്യാൻ ബി by touching any object, a charged object onto another object, or by friction. Okay, second method is without contact. Without contact is induction. Induction is the process of bringing a charged object near another object so that there is a temporary development of positive and negative charges on either side, and we'll earth one side. Okay, ഒരു സൈഡിനെ പിടിച്ച് എർത്ത് ചെയ്യുന്നു. ഈ പ്രോസസ്സിനാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എന്താണെന്ന് നോക്കാം. ഓക്കെ, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിനെ എളുപ്പം കടത്തി വിടുന്ന ഓബ്ജക്ട്സ്. ഓക്കെ, സോ കണ്ടക്ടേഴ്സ് ആർ ദോസ് ഓബ്ജക്ട്സ് വിച്ച് അലൗ പാസേജ് ഓഫ് ഇലക്ട്രോൺസ് ഈസിലി. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽസ് പറയാം. കോപ്പറാണ്, നമ്മുടെ വയറെല്ലാം കാണുകയാണെങ്കിൽ നമ്മൾ കോപ്പറിലായിരിക്കും വയർ ഉണ്ടാക്കുന്നത്. അലുമിനിയം, അയൺ എല്ലാം കണ്ടക്ടേഴ്സ് ആണ്. വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഗ്രാഫൈറ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ഇൻസുലേറ്റേഴ്സ്. സോ ഇതിന്റെ ഓപ്പോസിറ്റ്, നേരത്തെ ഇലക്ട്രിസിറ്റി കടത്തി വിടും എളുപ്പത്തിൽ എന്ന് പറഞ്ഞു. ഇലക്ട്രിസിറ്റി കടത്തി വിടാത്ത ഓബ്ജക്ട്സിനെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. ദോസ് ഓബ്ജക്ട്സ് വിച്ച് ഡോണ്ട് അലൗ ദി പാസേജ് ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് പറയാം, നൈലോൺ പറയാം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ റബ്ബർ പറയാം. നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ നോക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യരുത്. പക്ഷെ നമ്മൾ പ്ലഗ് ഇട്ടിട്ട് ഇതിന്റെ അകത്തോട്ട് ഒരു ഇരുമ്പ് കമ്പിയാണ് എടുത്ത് അകത്ത് വിടുന്നുണ്ടെങ്കിൽ ആള് കാഞ്ഞു പോകും. പക്ഷെ അതേസമയം ഒരു പേനയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. കാരണം പേന ഒരു ഇൻസുലേറ്റർ ആണ്, ഇതൊരു പ്ലാസ്റ്റിക് ആണ്. അതേപോലെ ആൾക്കാർ ഈ ഇലക്ട്രിക്കൽ ഐറ്റംസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അവരെപ്പോഴും ചെരുപ്പ് ധരിക്കും. എന്തുകൊണ്ടാണ്? ചെരുപ്പ്, റബ്ബർ ഇസ് എ ഇൻസുലേറ്റർ. സോ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ടച്ച് ചെയ്താലും നമ്മുടെ ചെരുപ്പ് ഉള്ളതുകൊണ്ട് ഇലക്ട്രിസിറ്റി നമ്മുടെ ദേഹത്തൂടെ പാസ് ചെയ്യത്തില്ല. ഓക്കെ, സോ ദോസ് ആർ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ്, if 10 to the power 9 electrons go out of a body per second, how much time is required to get a total charge of 1 coulomb? Okay, ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സെക്കൻഡിൽ 10 to the power 9 ഇലക്ട്രോൺസ് വരുവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കൂളം ചാർജ് വരാൻ എത്ര സമയം വേണം എന്നാണ് ക്വസ്റ്റ്യൻ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, ഒരു സെക്കൻഡിൽ 10 to the power 9 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ആൻഡ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന് നമുക്കറിയാം. സോ 10 to the power 9, ഒരു സെക്കൻഡിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 10 to the power 9 into 1.6 into 10 to the power minus 19. ഇത്രയും ചാർജ് ആയിരിക്കുമല്ലോ ഒരു സെക്കൻഡിൽ പോകുന്നത്. ഒരു സെക്കൻഡിൽ 10 to the power 9 ഇലക്ട്രോൺസ് വരും എന്ന് പറഞ്ഞു. ഓരോ ഇലക്ട്രോണിന്റെയും ചാർജ് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഒരു സെക്കൻഡിൽ വരുന്ന ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഫോർ 1 സെക്കൻഡ് C1s എന്ന് ഞാൻ എഴുതുവാണ്. ഓക്കെ, സോ 10 to the power 9 into 1.6 into 10 to the power minus 19. ഇത് രണ്ട് കട്ട് ചെയ്ത് പോകും. 10 to the power minus 10. Okay, so 1 second, charge for 1 second equal to 1.6 into 10 to the power minus 10. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 1 കൂളം വേണം. ഓക്കെ, അപ്പോൾ n സെക്കൻഡ്സ് ആണ് ടോട്ടൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ n എന്ന് എടുക്കുവാണ്. സോ n into ഇത്രയും ഒരു സെക്കൻഡ് ഇത്ര, അങ്ങനെ n സെക്കൻഡ്സ്. ഓക്കെ, സോ n into 1.6 into 10 to the power minus 10 equal to 1 coulomb. Sorry, equal to 1 coulomb. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ n കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പോൾ 1 കൂളം ഡിവൈഡഡ് ബൈ 1.6 into 10 to the power minus 10. ആൻസർ നിങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇത് അടിച്ചു നോക്കിയാൽ മതി. 6.25 ഇത്രയും സെക്കൻഡ്സിലായിരിക്കും ടോട്ടൽ 1 കൂളം ചാർജ് കിട്ടുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡിൽ 10 to the power 9 ഇലക്ട്രോൺസ് വരുന്നു.
ഓരോ ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയുന്നത് 1.6 into 10⁻19 കൂളംബ് ആണ്. ഈ വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 1.6 into 10⁻10 കൂളംസ് ചാർജ് ആ ബോഡിയിൽ നിന്നും ഡിസ്ചാർജ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഇത്ര, n സെക്കൻഡ്സിൽ എത്രയാണ്? n സെക്കൻഡ്സിൽ 1 കൂളം ആണെന്ന് നമുക്കറിയാം. അപ്പൊ n ഇൻറ്റു ആ ചാർജ്, ഒരു സെക്കൻഡിനുള്ള ചാർജ് എന്ന് പറയുന്നത് 1 കൂളം ആണ്. അപ്പൊ n കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇത് താഴോട്ട് പോകും. ഓക്കെ, സോ ആ വാല്യൂ 1 divided by 1.6 into 10⁻10 ചെയ്തു കഴിഞ്ഞാൽ 6.25 into 10⁻9 seconds എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് കൂളംസ് ലോ ആണ്. കൂളംസ് ലോ പറയുന്നത് രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ, ചാർജ്ഡ് ഓബ്ജക്ട്സ് തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ റിപ്പൽ ചെയ്യും. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ അവ തമ്മിൽ അട്രാക്ട് ചെയ്യും. ഓക്കെ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവ തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ഇവ തമ്മിൽ ഒന്നെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് കൂളംസ് ലോ പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും ഓർക്കുക, ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ബേസിക്കലി 4 ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ് ഈ യൂണിവേഴ്സിലുള്ളത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിലെ ഒരു വിഭാഗമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ രണ്ട് ചാർജ് പാർട്ടിക്കിൾസ് തമ്മിൽ വരുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഓബ്ജക്ട്സ് ഉണ്ട്, Q1 Q2. ഓക്കെ, അവ തമ്മിൽ r ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഇവ തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഞാൻ F കൊണ്ട് വിളിക്കുന്നു. ആ F എന്ന് പറയുന്നത്, ഒരു കാര്യം ഓർക്കാം, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ചാർജസിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഗ്നറ്റ്സിനെ അനലോഗസ് ആയിട്ട് വെച്ച് ചാർജസിനെ കുറിച്ച് പഠിക്കാം. മാഗ്നറ്റ്സ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ഏകദേശം അതേപോലെ ആയിരിക്കും ചാർജസും ബിഹേവ് ചെയ്യുന്നത്. രണ്ട് മാഗ്നറ്റ്സ് തമ്മിൽ ശക്തി കൂടിയ മാഗ്നറ്റ്സ് ആണെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സ് കൂടും. ഓക്കെ, എപ്പോഴും രണ്ട് വീക്ക് മാഗ്നറ്റ്സ് ഞാൻ ഇങ്ങനെ അടുത്ത് വെക്കുമ്പോൾ എത്ര സ്പീഡായി അവ ഒന്നിച്ച് ചേരുന്നു, അതിനെക്കാട്ടിലും രണ്ട് സ്ട്രോങ് മാഗ്നറ്റ് അടുത്ത് വെക്കുമ്പോൾ അവ പെട്ടെന്ന് ഒന്നിച്ച് ചേരും. കാരണം എന്താ, ഇവ തമ്മിലുള്ള ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ഇവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കൂടുതലായിരിക്കും. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രണ്ട് മാഗ്നറ്റ്സിനെ ഞാൻ ദൂരെ വെക്കുന്നു, അവ തമ്മിൽ വളരെ കുറച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, രണ്ട് മാഗ്നറ്റ്സിനെ അടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. എന്തുകൊണ്ടാണ്, അടുത്ത് വരും തോറും ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെയും ഈ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ രണ്ട് കാര്യങ്ങളിലാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഈ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്, രണ്ട് ഇവ തമ്മിലുള്ള ദൂരം. അതേപോലെ ചാർജസിനും രണ്ട് കാര്യങ്ങളാണ് ഈ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ചാർജസ്, ഇതിൽ എത്ര ചാർജ് ഇരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 1 കൂളം 2 കൂളം, എത്ര ചാർജ് ആണ് ഇരിക്കുന്നത്. രണ്ടും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഈ രണ്ട് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിന് ഡിപ്പെൻഡ് ചെയ്യും. ഇവ തമ്മിൽ എത്ര അടുപ്പമുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ Q1 Q2, ആദ്യത്തെ ചാർജ് Q1 ആണ്, രണ്ടാമത്തെ ചാർജ് Q2 ആണ്. അവ തമ്മിൽ r ഡിസ്റ്റൻസ് ദൂരമുണ്ട്, സ്മോൾ r. അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ F കൊണ്ട് പറയുന്നു. ഓക്കെ, സോ F വിൽ ബി പ്രൊപ്പോർഷണൽ ടു Q1 ആൻഡ് Q2. ഓക്കെ, എത്ര മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഉണ്ട്. Q1 ഭയങ്കര വലുതാണെങ്കിൽ ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. Q2 ഭയങ്കര കൂടുതലാണെങ്കിൽ ഇപ്പോഴും ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ഇവ രണ്ടും കുറയുവാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് കുറയും. ഓക്കെ, സോ F is proportional to Q1 and Q2. ഓക്കെ, ആൻഡ് ദെൻ F is proportional to വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവ അടുത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും, ഫോഴ്സ് കൂടുതലായിരിക്കും. ദൂരെ പോകുന്നതോറും ഫോഴ്സ് കുറവായിരിക്കും. അപ്പോൾ അവിടെയുള്ള ഡിസ്റ്റൻസിനെയും ആ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡിസ്റ്റൻസിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തു, വെറുതെ അല്ല. F is proportional to 1/r². ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. ഓക്കെ, അവിടെ പവർ 2 ആണ്. ഓക്കെ, സോ F is proportional to Q1 and Q2 and F is proportional to 1/r². അതാണ് നമ്മൾ ഈ ലോ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജസ് Q1 and Q2. Q1 and Q2 ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. r അല്ല, r-ന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഈ ഫോഴ്സ്. ഓക്കെ, സോ ഇത് ഒന്നിച്ച് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, F is proportional to Q1 Q2 divided by r² എന്ന് എഴുതാം. ആ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു, k. സോ F equal to k into Q1 Q2 divided by r². This is called Coulomb's law. ഓക്കെ, Coulomb's law എന്താ പറയുന്നത്,
അവിടെ രണ്ട് ചാർജസ് തമ്മിൽ ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയാണ് എന്നാണ് കൂളംസ് ലോ പറയുന്നത്. എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ ഫോഴ്സ്. അതേപോലെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയാണോ അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അതിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, electrostatic force of attraction is directly proportional to the magnitude of charges and is inversely proportional to the square of distance of separation. F equal to K into Q1 Q2 divided by R square. This is called Coulomb's law. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ഏതൊരു ഫിസിക്കൽ ഫിനോമിനൻ അല്ലെങ്കിൽ ഏതൊരു പ്രോപ്പർട്ടി നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ 5 കാര്യങ്ങൾ എപ്പോഴും പറയുക. ഓക്കെ, ഫസ്റ്റ് അതിന്റെ ഡെഫിനേഷൻ പറയുക, നമ്മളിപ്പോൾ ഡെഫിനേഷൻ പറഞ്ഞു. നെക്സ്റ്റ് അതിന്റെ എക്സ്പ്രഷൻ പറയുക, നമ്മൾ എക്സ്പ്രഷൻ പറഞ്ഞു. പിന്നെ അതിന്റെ യൂണിറ്റ്, ആൻഡ് ദെൻ ഡയമെൻഷൻ, ആൻഡ് ദെൻ സ്കെയിലർ ആണോ വെക്ടർ ആണോ, ആൻഡ് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത്രയും പറയുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെഫിനേഷനും എക്സ്പ്രഷനും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, direction of the force is along the direction of line joining the two charges. എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കുക, അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സിന് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന് ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഒരു ഡയറക്ഷനും ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഈ പേനയെ പിടിച്ച് വലിക്കുവാണ്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, ഇങ്ങോട്ട് വലിച്ചാൽ പേന ഇങ്ങോട്ട് വരും, അങ്ങോട്ട് അതേ ഫോഴ്സ് ഇട്ട് വലിച്ചാൽ അങ്ങോട്ട് പോകും. ഓക്കെ, സോ എന്റെ ഫോഴ്സിന് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഉള്ളത്, പകരം അതിന് ഡയറക്ഷനും ഉണ്ട്. ഇങ്ങോട്ട് വലിക്കുവാണോ, അങ്ങോട്ട് വലിക്കുവാണോ, ഇങ്ങോട്ട് വലിക്കുവാണോ, ഏത് ഡയറക്ഷനിൽ നമ്മൾ വലിക്കുന്നു എന്നുള്ള ഡയറക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഫോഴ്സ് ഒരു മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളത് കൊണ്ട് അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഫോഴ്സ് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സ് ആണല്ലോ പറഞ്ഞത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് പറയുന്നത്, ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജസും തമ്മിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് Q1 ഉം Q2 ഉം പോസിറ്റീവ് ആണെങ്കിൽ ഇവ തമ്മിൽ റിപ്പൽഷൻ ആയിരിക്കും. ഓക്കെ, ലൈറ്റ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. അപ്പോൾ ഈ ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. ഓക്കെ, എക്സാക്ട്ലി ഈ ലൈനിൽ വരണം, ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അതേ ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും. ഒന്ന് പോസിറ്റീവും മറ്റൊരു നെഗറ്റീവ് ആണെങ്കിൽ അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ ഈ ലൈനിൽ കൂടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. മനസ്സിലായോ? So, direction of the force is along the line joining the charges. Okay. Next one. The force is repulsive if the polarity is the same and is attractive otherwise. Okay. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Q1 ഉം Q2 ഉം രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, അങ്ങോട്ടായിരിക്കും. അല്ല, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ they will attract each other. അപ്പോൾ ഡയറക്ഷൻ പറയുമ്പോൾ ആ ലൈൻ ഇമ്പോർട്ടന്റ് ആണ്, ഈ ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കൂളംസ് ലോനെ നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നും പറയും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് F is inversely proportional to R square. ഓക്കെ, അപ്പോ ആ സ്ക്വയർ വരുന്നത് 1/R square ആണ്. അതുകൊണ്ട് ഇതിനെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നും കൂളംസ് ലോനെ പറയും. അപ്പോൾ എപ്പോഴും കൂളംസ് ലോ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കണം എന്നില്ല, ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ സെയിം സ്റ്റേറ്റ്മെന്റ് എഴുതി ഈ എക്സ്പ്രഷൻ എഴുതാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ദ ഫോഴ്സ് ഇസ് ഓൾസോ കൺസർവേറ്റീവ്. ഇറ്റ് ഈസ് കോൾഡ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ആൻഡ് ഈസ് കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് പാത്ത് ഡിപ്പെൻഡന്റ് അല്ലായിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതൊരു ഫോഴ്സും കൺസർവേറ്റീവ് ആവുന്നത് ആ ഫോഴ്സ് പാത്ത് ഡിപ്പെൻഡന്റ് അല്ലാതായിരിക്കുമ്പോഴാണ്. ഓക്കെ, സോ ഇവ തമ്മിലുള്ള ഏത് പാത്തിൽ കൂടെ ഈ Q1 ൽ നിന്നും Q2 എനിക്ക് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പാത്ത് സ്വീകരിക്കാം, ഇങ്ങനെ ഒരു പാത്ത് സ്വീകരിക്കാം, അങ്ങനെ എത്ര പാത്ത് വേണോ എനിക്ക് സ്വീകരിക്കാം. പക്ഷെ ഏത് പാത്ത് സ്വീകരിച്ചാലും ഈ Q1 ഉം Q2 ഉം തമ്മിലുള്ള ഫോഴ്സ് സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ പാത്ത് ഡിപ്പെൻഡന്റ് അല്ല ഫോഴ്സ്, അതുകൊണ്ട് അതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ 3 പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, ഡയറക്ഷൻ എങ്ങനെയാണ്? ഡയറക്ഷൻ ഈസ് ഓൾവേസ് അലോങ് ദി ലൈൻ ജോയിനിങ് ദി ചാർജസ്. ഓക്കെ, സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു, it is repulsive in nature if the charges are of the same polarity, and it is attractive in nature if the charges are of the different polarities. Okay, third one നമ്മൾ പറഞ്ഞു, it is also called inverse square law and the force is conservative. Okay, ഇനി K ന്റെ വാല്യൂ എത്രയാണെന്നും ഇത് ഓരോ മീഡിയത്തിൽ വരുമ്പോഴും എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ
ആദ്യം നമ്മൾ ഈ Q1 Q2 വായുവിലാണ് വെക്കുന്നത്. ഓക്കെ, ഇൻ എയർ. ഓക്കെ, ലെറ്റ്സ് മേക്ക് Q1 ഈക്വൽ ടു Q2 ഈക്വൽ ടു 1 കൂളം. ഓക്കെ, ഞാൻ എടുത്ത ഈ Q1 ഉം Q2 ഉം 1 കൂളം ചാർജ് ഞാൻ എടുക്കുന്നു. ഓക്കെ, ഈ രണ്ട് ഓബ്ജക്റ്റ് ആണെന്ന് വെച്ചോളാം. ഈ രണ്ട് ഓബ്ജക്റ്റിലും ഞാൻ 1 കൂളം ചാർജ് നിറച്ചു. എന്നിട്ട് ഇത് രണ്ടുമാണ് ഞാൻ എടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഞാൻ 1 മീറ്റർ അകലെ കൊണ്ടുവന്ന് വെക്കുന്നു. ഓക്കെ, ആദ്യം വായുവിലാണ് വെച്ചത്. ഓക്കെ, രണ്ടിലും 1 കൂളം ചാർജ് ഉണ്ട്. 1 മീറ്റർ അകലെ വെക്കുന്നു. നമുക്ക് എഫിന്റെ വാല്യൂ അറിയാം. എഫ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ കാണാതെ പഠിക്കാം. എഫ് ഈക്വൽ ടു കെ Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഒരു 10 പ്രാവശ്യം നിങ്ങൾ ഇപ്പൊ തന്നെ മൈൻഡിൽ പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് മറക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കൂളം, രണ്ട് ഓബ്ജക്റ്റിലും 1 കൂളം ചാർജ് എടുത്തു. അവ തമ്മിൽ 1 മീറ്റർ അകലെയാണ് വെച്ചേക്കുന്നത്. അപ്പൊ Q1 1 ആയി, Q2 1 ആയി, ആറും 1 ആയി, 1 മീറ്റർ. ഓക്കെ, Q1 1 കൂളം, Q2 1 കൂളം, ആർ 1 കൂളം, 1 മീറ്റർ. ഓക്കെ, അപ്പൊ എന്തായി? കെ ഇൻറ്റു 1 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 സ്ക്വയർ. ശരിയാണോ? അങ്ങനെ ആകുമ്പോൾ എഫ് ഈക്വൽ ടു കെ. ഓക്കെ, ഇങ്ങനെ ശരിക്കും ഒരു അപ്പാരറ്റസ് ചെയ്തു വെച്ച് അവിടെ ഉള്ള ഫോഴ്സ് നമ്മൾ അളന്നു നോക്കി. ഈ എക്സ്പെരിമെന്റ്സ് നടത്തി കണ്ടുപിടിച്ചതാണ്. 1 കൂളം ചാർജ് ആദ്യം എടുത്തു, മറ്റൊരു 1 കൂളം ചാർജ് എടുത്തു. അവ തമ്മിൽ 1 മീറ്റർ അകലെ വെച്ചിട്ട് അവിടെ ഉള്ള ഫോഴ്സിനെ അളന്നു നോക്കി. അപ്പൊ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 9 ഇൻറ്റു 10⁹9 ന്യൂട്ടൺ ആയിരുന്നു. ഓക്കെ, 9 ഇൻറ്റു 10⁹9 ന്യൂട്ടൺ ആയിരുന്നു. ഇത് വായുവിൽ മാത്രമാണ്. ദിസ് ഇസ് ഓൾവേസ് ഇൻ എയർ. ഓക്കെ, വായുവിൽ വെക്കുമ്പോൾ ആ വാല്യൂ 9 ഇൻറ്റു 10⁹9 ആയിരുന്നു. ഈ കെയിനെ നമുക്ക് ഒരു മറ്റൊരു രീതിയിലും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കെ ഇസ് ഓൾവേസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0. ഓക്കെ, 1/4π എപ്സിലോൺ 0 എന്ന് പറഞ്ഞും ഈ കെയിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁹9 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്സിലോൺ 0 എങ്ങനെ കണ്ടുപിടിക്കാം? 1/ε0 വിൽ ബി ഈക്വൽ ടു 1/ε0 ഉണ്ട്, 4π അപ്പുറത്ത് മൾട്ടിപ്ലൈ ആവും, 4π ഇൻറ്റു 9 ഇൻറ്റു 10⁹9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ε0 കണ്ടുപിടിക്കാൻ 1/4π ഇൻറ്റു 9 ഇൻറ്റു 10⁹9. ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ε0യുടെ വാല്യൂ കിട്ടുന്നത് 8.85 ഇൻറ്റു 10⁻⁻12 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ 8.85 ഇൻറ്റു 10⁻⁻12 എന്ന് മാത്രം എഴുതിയാൽ പോരാ. എപ്പോഴും ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾ എഴുതുമ്പോഴും അതിൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റും കൂടെ എഴുതേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എഫ് ഈക്വൽ ടു 1/4π, കെക്ക് പകരം 1/4π ε0 എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതുവാണ്. Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഈ ε0യുടെ യൂണിറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ε0നെ ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു, ഫോഴ്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ε0 എന്ന് പറയുന്നത് 1/4π എഫ് Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ശരിയാണോ? ഓക്കെ, നൗ ε0യുടെ യൂണിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ Q1 Q2യുടെ യൂണിറ്റ് നമുക്കറിയാം അല്ലെ? Q1 കൂളംബാണ്, Q2 കൂളംബാണ്. എഫിന്റെ അപ്പോൾ 2 കൂളം സ്ക്വയർ ആയി. ന്യൂമറേറ്റർ കൂളം ഇൻറ്റു കൂളം സ്ക്വയർ ആയി. ഡിനോമിനേറ്റർ എന്തൊക്കെ ഉണ്ട്? ഫോഴ്സ് ഉണ്ട്, ആർ സ്ക്വയർ ഉണ്ട്, ഡിവൈഡ് ബൈ ന്യൂട്ടൺ. ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ്. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ, ആർ സ്ക്വയർ വരുന്നുണ്ട്, മീറ്റർ സ്ക്വയർ. സോ ഇതിന് യൂണിറ്റ് വന്ന് കൂളം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ε0യുടെ വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ε0നെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ഓക്കെ, ദിസ് ഈസ് ഓൾസോ കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്തത് എയറിലാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് കോഎഫിഷ്യന്റ് ഓഫ് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞത്. ഇനി വേറൊരു മീഡിയത്തിൽ ഞാൻ എടുത്തു വെക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും,
കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഈ കെ ഡിഫറെന്റ് ആയിരിക്കും, കാരണം വേറെ മീഡിയത്തിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കൂളം ചാർജ് മറ്റൊരു ഒരു കൂളം ചാർജ് അതിന് 1 മീറ്റർ സെപ്പറേഷൻ വെക്കുന്നു. പക്ഷെ ഇതിനെ രണ്ടിനെയും പിടിച്ച് വെള്ളത്തിൽ മുക്കി വെച്ചു. ഓക്കെ, അപ്പൊ അവിടെ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വേറെ ആയിരിക്കും. നേരത്തെ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ എഫ് എയർ എന്ന് വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എഫ് മീഡിയം എന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എപ്സിലോൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ നമ്മൾ 1/4π എപ്സിലോൺ 0 അല്ല, പകരം എപ്സിലോൺ മീഡിയം ആണ് അല്ലേ? കാരണം ആ മീഡിയത്തിൽ വേറെ ഒരു പെർമിറ്റിവിറ്റി ആയിരിക്കും. ഓക്കെ, വെള്ളത്തിൽ മുക്കി വെച്ചപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാറുന്നു. എന്തുകൊണ്ടാ? ഈ പെർമിറ്റിവിറ്റി മാറുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ 1/4π എപ്സിലോൺ മീഡിയം ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും. നേരത്തെ എയർ എന്ന് വെച്ചപ്പോൾ എഫ് എയർ എന്ന് പറയുന്നത് 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആയിരുന്നു. ഓക്കെ, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എപ്സിലോൺ മീഡിയം എത്രയാണെന്നാണ്, അല്ലെങ്കിൽ എപ്സിലോൺ മീഡിയം ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എത്രയാണ്, ആ റേഷ്യോ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സിനെ ഞാൻ ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ ഇഫ് ഐ ടേക്ക് എഫ് എയർ ഡിവൈഡ് ബൈ എഫ് മീഡിയം ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോപ്പിൽ എഫ് എയർ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 1/4π എപ്സിലോൺ മീഡിയം ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ, Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ കട്ട് ചെയ്ത് പോകും, 4π കട്ട് ചെയ്ത് പോകും. എപ്സിലോൺ താഴെയാണ് ഇരിക്കുന്നത്, അത് മുകളിൽ പോകും, എപ്സിലോൺ 0 താഴെ വരും. സോ എഫ് എയർ ബൈ എഫ് മീഡിയം എന്ന് പറയുന്നത് എപ്പോഴും എപ്സിലോൺ മീഡിയം ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ റേഷ്യോനെ നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. എന്തുകൊണ്ട് ഈ റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് എന്ന് അറിയാവോ? എപ്പോഴും നമുക്ക് എയറിലുള്ള വാല്യൂ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞു എയറിലുള്ള വാല്യൂ. ഓക്കെ, എപ്സിലോൺ 0യുടെ വാല്യൂ അറിയാം, 8.85 × 10⁻12 എന്ന് നമ്മൾ പറഞ്ഞു. കെയുടെ വാല്യൂ നമുക്കറിയാം, കെ എന്ന് പറഞ്ഞത് 1/4π എപ്സിലോൺ 0 തന്നെയാണ്. അപ്പൊ അതിന്റെ വാല്യൂ 9 × 10⁻9 എന്നും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷെ ഓരോ മീഡിയത്തിലും വേറെ വേറെ ഫോഴ്സസ് ആയിരിക്കും, ആ ഫോഴ്സസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഫോഴ്സസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ എപ്സിലോൺ മീഡിയം അറിയണം. അപ്പോൾ ഈ റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്സിലോൺ മീഡിയം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം നമ്മൾ പഠിച്ചത് ചാർജിങ് എന്താണെന്ന് പഠിച്ചു. രണ്ട് രീതിയിൽ ചാർജിങ് ചെയ്യാം, ഒന്ന് ബൈ കോണ്ടാക്ട്, ഒന്ന് വിത്തൗട്ട് കോണ്ടാക്ട്. ബൈ കോണ്ടാക്റ്റിൽ തന്നെ നമ്മൾ ബൈ ടച്ചിങ് പറഞ്ഞു ആൻഡ് ബൈ ഫ്രിക്ഷൻ പറഞ്ഞു. വിത്തൗട്ട് കോണ്ടാക്റ്റിൽ നമ്മൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ പറഞ്ഞു. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞത് എന്താണ് കണ്ടക്ടേഴ്സ് ആൻഡ് എന്താണ് ഇൻസുലേറ്റേഴ്സ്, ഒരു പ്രോബ്ലം ചെയ്തു. ദെൻ കൂളംസ് ലോ എന്താണെന്ന് പറഞ്ഞു. കൂളംസ് ലോ എപ്പോഴും ഓർക്കാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് പറയുന്നത്, ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? എപ്പോഴും F = K Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഈ കെന്റെ വാല്യൂ ആണ് 1/4π എപ്സിലോൺ 0 when it is in air. ഓക്കെ, ആൻഡ് ദെൻ ഇതിന് 3 പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, എപ്പോഴും ഈ ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ചാർജ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിലൂടെ ആയിരിക്കും ആ ഫോഴ്സ് സഞ്ചരിക്കുന്നത്. ദെൻ ഏത് ഡയറക്ഷനിലാണ്, വീണ്ടും ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട് ഇത് റിപ്പൾസീവ് ആണോ അട്രാക്റ്റീവ് ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ചാർജിന്റെയും സൈൻ നോക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ഫൈനലി ഇത് ഓരോ മീഡിയത്തിൽ ഓരോ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ആ മീഡിയത്തിലുള്ള എഫക്റ്റ് പറയാൻ വേണ്ടി നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ എഴുതുക. ഐ ട്രൈ ടു റിപ്ലൈ യു. താങ്ക് യു.